ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ വാവുത്സവം. ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഇന്നാണ് ഞങ്ങൾ തമ്പുരാട്ടിനെ കാണാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഉത്സവം തീരും. പേടിയേട്ടമ്മ രാവിലെ തന്നെ കടപ്പുറത്തേക്ക് വരും കേട്ടോ. കടപ്പുറത്ത് വന്ന് കുളിച്ച് ഒരുങ്ങിയതിന് ശേഷം മകനെയും കൂട്ടിയിട്ടാണ് തിരിച്ച് പേടിയേട്ടയ്ക്ക് പോകുന്നത്. പേടിയേട്ടമ്മേൻ്റെ മകനായ ജാതവൻ കടപ്പുറത്ത് വെച്ചിട്ടാണ് തമ്പുരാട്ടീനെ നേരിട്ട് കാണുക. അവിടെ നിന്ന് മുതൽ തമ്പുരാട്ടിയും മകനും കൂടെ ചേർന്നിട്ടാണ് പിന്നെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. തമ്പുരാട്ടി രാവിലെ കുളിക്കാൻ വേണ്ടി വരുന്നത് വാക്കടവത്തേക്കാണ്. ഒരു 12:30-12:45 ആ ഒരു ടൈമിലാണ് ഇവിടുന്ന് തമ്പുരാട്ടി പോവുക. പിന്നെ കടലുണ്ടി ലെവൽ ക്രോസ് കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് കുന്നത്ത് തറവാട്ടിൽ കയറും. അവിടെ ഒരു ഉച്ച ടൈം ആകുമ്പം അവിടെ ഉണ്ടാവും. അവിടുന്ന് കുറച്ച് സമയം അവിടെ ഉണ്ടായിരിക്കും തമ്പുരാട്ടി. അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നത് കടത്തനാട്ടേക്കാണ്. അവിടെ കുറച്ച് നേരം ഉണ്ടായിരിക്കും തമ്പുരാട്ടി. അവിടെ നിന്ന് പിന്നെ നേരെ പേടിയേട്ടേക്കാണ് പോവുക. ഇപ്പോൾ എന്താ തമ്പുരാട്ടിൻ്റെ പട്ടൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇനി തമ്പുരാട്ടിക്ക് ആഭരണങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് വേറെ മറപ്പുരയിലേക്ക് പോയിട്ടുള്ളത്. ആ ഒരു സമയത്ത് തമ്പുരാട്ടിൻ്റെ ചുറ്റും ജാതവൻ വലയം വയ്ക്കും. വർഷത്തിലൊരിക്കൽ അമ്മേനെ നേരിട്ട് കാണുന്ന ആ ഒരു സന്തോഷമാണത്. തമ്പുരാട്ടിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കടപ്പുറത്ത്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആളുകൾക്ക് അവിടെ നിൽക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ വരുന്ന ആളുകളെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ തമ്പുരാട്ടി വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ജാതവൻ തമ്പുരാട്ടിക്ക് ചുറ്റും വലയം വയ്ക്കുകയാണ്. അങ്ങനെ വാവക്കടത്തുനിന്ന് തമ്പുരാട്ടിയും ജാതവനും പുറപ്പെട്ടിട്ടുണ്ട്. ഇനി തമ്പുരാട്ടിയും ജാതവനും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ഇവിടെ തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ട നേർച്ച താലിയാണ്. ആ താലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ഇങ്ങനെ തമ്പുരാട്ടിയും ജാതവനും പോകുന്ന കുന്നത്ത് പോലുള്ള തറവാടുകളിൽ പോകുമ്പോൾ നമുക്ക് നേരിട്ട് തന്നെ അവിടെ നിന്ന് താലി കൊടുക്കാം. വർഷം കൂടുന്തോറും തമ്പുരാട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കടലുണ്ടി മുതൽ കോട്ടക്കടവ് വരെ ഈ 2 ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. വാഹനങ്ങളൊന്നും അതിലൂടെ പോവില്ല. 2 സൈഡിലും കടകളും ഉണ്ടായിരിക്കും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം ഉണ്ട് നടക്കാൻ. പക്ഷേ ഈ തിരക്കിൽ ആരും അറിയില്ല നടക്കുന്നത്. അങ്ങനെ വൈകുന്നേരം 5 മണി ആവാനായിട്ടുണ്ട്. തമ്പുരാട്ടി പേടിയേട്ടേക്കാവിലേക്ക് കയറാനുള്ള സമയമായി.
അങ്ങനെ അവസാനം തമ്പുരാട്ടി പേടിയെട്ട് കവൽ കയറിയിട്ടുണ്ട്. ഇനി അവിടെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാതവൻ തിരിച്ച് ജാതവൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകും. ജാതവൻ തിരിച്ചു പോകുമ്പോൾ കൊട്ടും ആരവങ്ങളൊന്നും ഇല്ലാണ്ടാണ് പോവുക. ഇനി അമ്മനെ കാണാൻ വേണ്ടിയിട്ട് 1 വർഷം കൂടെ കാത്തിരിക്കണം എന്നുള്ള ഒരു സങ്കടത്തിലാണ് ജാതവൻ തിരികെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഇക്കൊല്ലത്തെ വാവുത്സവം ഇതാ കഴിഞ്ഞു. ഇനി കാത്തിരിപ്പാണ് 1 വർഷത്തെ അടുത്ത വാവുത്സവത്തിന് വേണ്ടിയിട്ട്. ഇനി ഇവിടെ രാത്രികളിലാണ് ആ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുക. കടലുണ്ടിയിലെ ലെവൽ ക്രോസിലെടുത്താട്ടോ ഈ ലൈറ്റ് ഷോ ഉള്ളത്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ നടന്നു പോകുന്നത് അറിയില്ല. റോഡിൻ്റെ 2 സൈഡിലും കച്ചവടക്കാരുണ്ടായിരിക്കും. എല്ലാ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. മൺകലങ്ങളുണ്ട്, ചെടികളുണ്ട്, അങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. വള, മാല, അതൊക്കെ ഒരുപാടുണ്ട്. 2-3 ദിവസം എന്തായാലും ഇങ്ങനെ കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ വാവുത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.